ഏർപ്പാടിന് ഞങ്ങൾ അംഗീകരിക്കുന്നു. കാരണം പൂരം കലക്കിയതിനെ കൊണ്ടാണ് റിപ്പോർട്ട് എഴുതാൽപ്പിച്ചത്. പൂരം കലക്കി BJPയെ ജയിപ്പിക്കാൻ മുൻകൈ എടുത്ത ആളാണ് അജിത് കുമാർ. അങ്ങനെയുള്ള അജിത് കുമാറിൻ്റെ ഒരു റിപ്പോർട്ട് ഞങ്ങളാരും അംഗീകരിക്കില്ല. അതുകൊണ്ട് അജിത് കുമാറും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണുന്നത് നരേന്ദ്രമോദിയുടെയും പിണറായി വിജയൻ്റെ ഒരു പാലാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ വിജയരാഘവൻ്റെ കഴിഞ്ഞ ദിവസത്തെ വയനാട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരേ തൂവൽ പക്ഷികളായിട്ട് മാറുകയാണ്. അതായത് അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷനിലും അടുത്ത നിയമസഭാ ഇലക്ഷനിലും ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിനെയാണ് ഞങ്ങൾ നേരിടുന്നത്. BJP CPM അവിശുദ്ധ കൂട്ടുകെട്ടാണ് അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷനിലും കേരള അസംബ്ലിയിലും ഉണ്ടാകാൻ പോകുന്നത്. ഞങ്ങൾ ആ അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ പേര് പരസ്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഈ CPM ജില്ലാ സമ്മേളനത്തിലടക്കം DGPയെ പ്രമോഷൻ ശരിയായില്ല എന്ന കാരണം അവർക്ക് പിണറായിൻ്റെ ഡീൽ അറിയില്ലല്ലോ. പിണറായിൻ്റെ ഡീല് പാവം താഴെത്തട്ടുള്ള സഹാക്കൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അവരിതൊക്കെ തുറന്നു പറയുന്നത്. ഇതൊന്നും അറിയാത്ത ആളൊന്നുമല്ല മുഖ്യമന്ത്രി. അതിലെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കളിക്കുന്നത്. അജിത് കുമാറിനെ സംരക്ഷിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ഒരു വ്യഗ്രത എന്താ? സംരക്ഷിക്കാതിരുന്നാൽ അദ്ദേഹം പല സത്യവും അജിത് കുമാർ വിളിച്ചു പറയും. അതുകൊണ്ടാണ്. പിന്നെ അജിത് കുമാറിൻ്റെ ധൈര്യം അടുത്ത തവണ UDF വന്നാൽ ഇയാൾക്ക് ഡൽഹിയിൽ പോകാമല്ലോ എന്നാണ്. ഇപ്പോൾ പ്രവർത്തിക്കുന്ന കേരള കേഡറിലാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ വലിയ വില അദ്ദേഹത്തിന് ഭാവിയിൽ നൽകേണ്ടി വരും. അതേ ഞാൻ പറയുന്നു. അല്ല, വ്യക്തിപരമായിട്ട് ആരെയും അധിക്ഷേപിക്കുന്നത് ശരിയല്ല. പ്രതിപക്ഷ നേതാവ് എന്നുള്ള പ്രവർത്തനത്തിനെ ആർക്കും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ വ്യക്തിപരമായി വിമർശിക്കാൻ പാടില്ല. അതാണ് പാർട്ടിയുടെ സമീപനം. വ്യക്തിപരമായിട്ട് ആരെയും വിമർശിക്കാൻ പാടില്ല. അത് പ്രതിപക്ഷ നേതാവിനെ മാത്രമല്ല, ആരെക്കുറിച്ചും വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങൾ ഒഴിവാക്കണം. പ്രവർത്തനങ്ങളെക്കുറിച്ച് ആർക്കും വിമർശിക്കാം. ഞങ്ങൾ അതിലൊന്നും ഒബ്ജക്ഷൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണല്ലോ. അങ്ങനെ ഒരു വ്യക്തിയെ വിമർശിക്കുമ്പോൾ ആ വിമർശനം ഒരിക്കലും വ്യക്തിപരമാവാൻ പാടില്ല. അതെ, അദ്ദേഹം അതായത് ഭൂരിപക്ഷ വർഗീയതയുടെ കൂടെയാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് വിജയരാഘവനെ മാറ്റി പറയാൻ കഴിയില്ല. ഇത് വിജയരാഘവൻ്റെ അഭിപ്രായമല്ല, പിണറായിൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്ന സമീപനാണ് ഇനി CPM എടുക്കാൻ പോകുന്നത്. നമ്മുടെ ചെറിയ ഫിലിപ്പിന്നൊരു 2 തവണ K കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് അട്ടിമറിച്ചവർ ഇനിയെങ്കിലും പശ്ചാത്തപിക്കണം. അദ്ദേഹം ഒരു പുസ്തകം എഴുതാൻ പോകുന്നു. അതെല്ലാം തുറന്നു പറയും. 2026 മുഖ്യമന്ത്രിയാകാൻ പോകുന്നതാണ്. ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നതാണ് ശരിയാണ്. കാരണം 2026 UDFയുടെ ഗവൺമെൻറ് വരുമല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിയാവുന്ന ആൾ തന്നെയാണല്ലോ പ്രകാശനം ചെയ്യേണ്ടത്. അത് 2026 മെയ് മാസത്തിൽ നിങ്ങൾക്കറിയാം. അല്ല, ഞങ്ങളുടെ പാർട്ടി നേതാവിനെ ഞങ്ങളുടെ ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കുക. അന്ന് ജയിച്ചു വരുന്ന MLA-മാരുടെ അഭിപ്രായം കൂടെ ചോദിച്ച് ദേശീയ നേതൃത്വം തീരുമാനം പ്രഖ്യാപിക്കും. ഈ CPM-നെ പോലെ ഈ കോൺഗ്രസിനകത്തൊരു ഏകാധിപത്യ സ്വഭാവം വരുന്നതിനുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതിനെങ്ങനെയാണ്? ഇപ്പം അങ്ങനെ ഏകാധിപത്യമൊന്നും ഇല്ലല്ലോ. ഇപ്പോഴില്ല.